അപ്പോൾ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ചതിയാണ് ഇന്നലെ നടന്നത്. അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും വഖഫിൻ്റെ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിലെ ജനസമൂഹവും അംഗീകരിക്കാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഡിസംബർ മാസത്തിൽ പാർലമെൻറ്റിൽ വഖഫ് നിയമ പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ബില്ല് കൊണ്ടുവരുന്നത്, നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാപട്യമാണ് ഇന്നലെ പുറത്തു വന്നത്. പരാജയ ഭീതിയാണ് UDF നയിക്കുന്നത്. അതുകൊണ്ടാണ് UDF നേതാക്കൾ ഇന്നലെ വഖഫ് വിഷയത്തിൽ ക്രൈസ്തവ സഭാ നേതാക്കളെ കാണാൻ പോയത്. എന്ത് ഫോർമുലയാണ് അവർ മുന്നോട്ട് വെച്ചത്? എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും? മുനമ്പത്തും ചെല്ലാനത്തും മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, നോട്ടീസ് വന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഫോർമുല സഹായകരമാകുമോ? ഇത് വ്യക്തമാക്കാൻ മുസ്ലിം ലീഗ് നേതാക്കളും UDF നേതാക്കളും തയ്യാറാവണം. ഈ മുനമ്പത്തിൽ അഫക്റ്റഡ് ആയ രണ്ട് വിഭാഗങ്ങളുടെ നേതാക്കൾ തമ്മിൽ കാണുന്നതിനെ പോസിറ്റീവായിട്ട് അല്ലാതെ എന്താണ് അവർ, ഞാൻ ചോദിക്കട്ടെ, ആളുകളൊക്കെ ഇപ്പോൾ ഇത്രയും ദിവസം എന്താ കാണാതിരുന്നത്? ഞാൻ അത് തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും വിചാരിച്ചാൽ ഈ പ്രശ്നം തീരുമോ? അവർക്കെന്താ അധികാരമുള്ളത്? വഖഫ് ബോർഡിൻ്റെ മുകളിൽ അമിത അധികാരം അവർക്കുണ്ടോ? നിങ്ങൾ ആരും ആ ചോദ്യം ചോദിച്ചില്ലല്ലോ. ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഒരു അധികാര പദവി ലീഗിനുണ്ടോ? നിയമസഭാ രേഖകളിൽ പറഞ്ഞ കാര്യം അവർ മാറ്റുമോ? ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞ കാര്യം അവർ മാറ്റുമോ? കഴിഞ്ഞ ആഴ്ച വരെ VD സതീശൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, സർക്കാരിൻ്റെ പ്രശ്നമാണെന്നാണല്ലോ. അപ്പോൾ ഇത് സർക്കാരുമായിട്ട് ചേർന്നിട്ടാണോ ലീഗിനെ മധ്യസ്ഥരാക്കിയിരിക്കുന്നത്? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ മുസ്ലിം ലീഗിനെ മാധ്യസ്ഥത്തിന് വിട്ടിരിക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ മാധ്യസ്ഥതയിൽ തീരാവുന്ന പ്രശ്നമാണോ ഇത്? ഇത് പബ്ലിക് ഡൊമൈനിൽ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് നടത്തണം. ഇത് രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കമല്ല. മുസ്ലിം ലീഗ് നേതാക്കളും ക്രൈസ്തവ സഭാ നേതാക്കളും തമ്മിലുള്ള തർക്കമല്ല വഖഫിൻ്റെ പേരിൽ കേരളത്തിലുള്ളത്. പല സ്ഥലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർക്ക് ഈ വിഷയമുണ്ട്. ചേലക്കരയിൽ ഒരു മുസ്ലിം പള്ളിക്ക് തന്നെ ഈ വിഷയമുണ്ട്. ചാവക്കാട് ഹിന്ദുക്കൾക്ക് ഈ വിഷയമുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ വഖഫ് അധിനിവേശ സ്ഥലങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് ജനം TV അത് മുഴുവൻ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ലീഗുകാർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്, വഞ്ചനയാണ്. ഇത്രയും കാലം അവരെന്തുകൊണ്ട് ഈ മാധ്യസ്ഥത്തിന് മുതിർന്നില്ല? ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ഈ വിഷയം ഏറ്റെടുക്കുമോ? അല്ല, വർഗീയ ധ്രുവീകരണം എവിടെയാണ് ഈ പ്രശ്നത്തിൽ? ഈ പ്രശ്നത്തിൽ അവരുടെ കിടപ്പാടം പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമപ്രശ്നമാണ്. എന്താണ് ഇതിൽ വർഗീയ ധ്രുവീകരണം? അപ്പോൾ ഇത് വളരെ ദുരുദ്ദേശത്തോടു കൂടി മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയതാണ്. ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ എത്ര തവണ വഞ്ചിച്ചു? ഇത് 100%. വേറെ എന്താണ്? അല്ലെങ്കിൽ ഇന്നലെ എന്തിനാണ് പോയത്? നേരത്തെ എന്തുകൊണ്ട് പോയില്ല? നേരത്തെ സർക്കാർ വക്താക്കൾക്കെതിരായിട്ടാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല, LDF ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളാരും ലീഗിൻ്റെ തലയിൽ വെച്ചിട്ടില്ലല്ലോ. എന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയുന്നത്? ലീഗുകാരാണ് ഈ വഖഫ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ സംശയങ്ങൾ വളരെ ഏറുകയാണ്. ലീഗിന് എന്താണ് ഇതിൽ റോൾ? ലീഗിൻ്റെ താല്പര്യം എന്താണ്? ലീഗ് വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ ആവാമായിരുന്നില്ലേ? അപ്പോൾ ലീഗ് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് വ്യാഖ്യാനിക്കേണ്ടത്? അപ്പോൾ ഇത് ആളുകളെ കബളിപ്പിക്കുന്ന സമീപനമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെന്താ ഉറച്ചു കണ്ട്? അല്ലല്ല, അതൊക്കെ നിങ്ങളെ നമ്പർ അവിടെ ഇരിക്കട്ടെ. കൃഷ്ണകുമാർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തട്ടിപ്പ് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളിവിടെ നടത്തുകയല്ലേ. നിങ്ങൾ ഞങ്ങളുടെ കൗൺസിലർമാരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് കൊമ്പുമായിട്ട് ഇതാ ഈ കുടയായിട്ട് ചെന്നിട്ട് നിങ്ങൾ പാർട്ടി മാറുകയാണോ? മൈക്ക് നിങ്ങൾ പാർട്ടി മാറുകയാണോ? ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നിങ്ങൾ പാർട്ടി മാറുകയാണോ? ഒരു സാധാരണ മാധ്യമ ധർമ്മമല്ലേ? അതുകൊണ്ട് ആ വർത്തമാനം വേണ്ട. വേറെ